പ്രസാദ് തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം രാജു ഇബ്രാഹിം ചേരുന്നു. നമസ്കാരം. നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം പല ഭാഗങ്ങളിലും പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു പൊതുവായ ഒരു സാഹചര്യം എങ്ങനെയാണ്? നിലവിൽ പമ്പാ നദി വീണ്ടും കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. മണിമലയാറും ഇതേ അവസ്ഥയാണ്. അവിടെ 400-ലധികം ആളുകൾ ക്യാമ്പുകളിലുണ്ട്. ഇവിടെ മൊത്തത്തിൽ പമ്പാ നദിയിലെ ആറന്മുള, റാന്നി അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലായി ഏതാണ്ട് 3500-ലധികം ആളുകൾ ഇപ്പോൾ ക്യാമ്പുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ക്യാമ്പുകൾ തുറക്കേണ്ട അവസ്ഥയാണ്. പല ഭാഗത്തു നിന്നും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ ക്യാമ്പുകൾ തുറക്കുക. പക്ഷെ തുറന്ന ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ഏർപ്പെടുത്താനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഏകോപനം അത് വളരെ കുറവാണ് എന്നുള്ള പരാതിയും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് പലരും ക്യാമ്പുകളിൽ പോകാൻ മടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതാത് പ്രദേശങ്ങളിലെ പ്രത്യേക വീടുകളിൽ ക്യാമ്പുകളാക്കി പ്രദേശവാസികൾ മാറ്റുന്ന ഒരു സ്ഥിതിയും ഇതിനെ തുടർന്നുണ്ടായിട്ടുണ്ട്. മൂഴിയാർ അണക്ക് 192 മീറ്റർ ആവുമ്പോൾ അത് തുറക്കണം. 191 മീറ്റർ ആയിട്ടുണ്ട്. വീണ്ടും കഴിഞ്ഞ ദിവസം തുറന്ന മൂഴിയാർ അടച്ചിരുന്നു. വീണ്ടും മൂഴിയാർ അണക്കെട്ട് തുറക്കുമ്പോൾ ഈ വെള്ളത്തിനോടൊപ്പം ആ വെള്ളം കൂടി എത്തുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ മാരകമായ ഒരു അന്തരീക്ഷം ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയത്തില്ല. കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ ഡാം തുറക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു നദിയുടെ കരയിൽ താമസിക്കുന്ന ആളുകളെല്ലാം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് പോലീസ് വാഹനത്തിൽ അനൗൺസ്മെന്റ് ഉണ്ടായത്. നേരത്തെ അനൗൺസ്മെന്റ് ഇല്ലായിരുന്നു, മുന്നറിയിപ്പ് ഇല്ലായിരുന്നു, റെഡ് അലേർട്ട് ഇല്ലായിരുന്നു. ഇതുകൊണ്ടാണ് വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ആ മുൻകൂട്ടി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, റെഡ് അലേർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ മാറി താമസിക്കുമായിരുന്നു, വീട്ടുപകരണങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ കടകളിലെ സാധനങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. ഓണത്തിന് വന്ന സ്റ്റോക്ക് എല്ലാമാണ് നശിച്ചു പോയിരിക്കുന്നത്. പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവശേഷിക്കുന്ന ആളുകൾ ജാഗരൂകരായി എല്ലാവരും ഉണർന്നിരിക്കുകയായിരുന്നു. അപ്പൊ അത്തരം മുന്നറിയിപ്പുകൾ നമുക്ക് പ്രധാനമായിട്ട് ഇതുപോലെയുള്ള പ്രളയ കാലഘട്ടങ്ങളിൽ അത്യന്താപേക്ഷിതമാണ്. കൃത്യമായിട്ട് തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ നേരത്തെ എല്ലാം നൽകിയിരുന്നതാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് നൽകുകയാണെങ്കിൽ ആളുകൾക്ക് വലിയ ദുരന്തം മഴ നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല, തീവ്രമഴയും നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല. അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിയാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, ഉരുളുപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിക്കുക. ഇന്നലെ പെരുന്നാട് പഞ്ചായത്തിലെ 2 പ്രദേശങ്ങളിൽ വലിയ മുഴക്കങ്ങൾ കേട്ടു. അവിടെ നിന്ന് ഗ്രാമപഞ്ചായത്ത് ഉടൻ തന്നെ ഇടപെട്ട് അവരെല്ലാം ശബരിമല ഇടത്താവളത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അത് ഇതേപോലെ തന്നെ അങ്ങനെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ നമുക്ക് കാഷ്വാലിറ്റി, അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ കൂടുതൽ സൗകര്യങ്ങൾ അടിയന്തരമായിട്ട് ഏർപ്പെടുത്തണം. ഇതുപോലൊരു കലാമിറ്റി വരുമ്പോൾ മെല്ലപ്പോക്കല്ല നമുക്ക് വേണ്ടത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. അത് സർക്കാർ ക്യാമ്പിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലുള്ള ക്യാമ്പുകൾ, ഉദാഹരണത്തിന് കാഞ്ഞീറ്റുകര എന്ന് പറയുന്ന കോഴഞ്ചേരിക്കടുത്തുള്ള അയിരൂർ പഞ്ചായത്തിന്റെ ഒരു പ്രദേശത്തിന് 30ഓളം വീടുകൾ മുങ്ങിപ്പോയി. അവർ സമീപ വീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് അവർ ക്യാമ്പിലേക്ക് പോകാൻ മടിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളിടത്ത് കമ്മ്യൂണിറ്റി കിച്ചണാണ് നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഏർപ്പാട് ചെയ്യണം. തഹസിൽദാരുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ NDRFന്റെ അടക്കമുള്ള സേനകൾ നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു യൂണിറ്റാണ് വന്നത്. അതുപോലെയുള്ള മുൻകരുതൽ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും എടുക്കാനും കഴിയണം. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പാണ് ഉണ്ടാവേണ്ടത്.